നമസ്കാരം. മൈ ഡോക്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ലോക ജനസംഖ്യയുടെ മരണകാരണങ്ങളുടെ കണക്കെടുത്താൽ ഹൃദ്രോഗവും പക്ഷാഘാതവും മൂലമുള്ള മരണങ്ങളുടെ തൊട്ടുപിന്നിൽ മൂന്നാമതായി നിൽക്കുന്ന രോഗമാണ് COPD. എന്നാൽ ഇന്ത്യയിൽ COPD മരണകാരകങ്ങളിൽ ഒന്നാം സ്ഥാനത്തുണ്ട്. പക്ഷേ COPD യെക്കുറിച്ചുള്ള അവബോധം നമ്മൾ പൊതുജനങ്ങൾക്ക് അത്ര പോരാ എന്നാണ് രോഗവർദ്ധനവിന്റെ പിന്നിലെ കാരണങ്ങളെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. ശ്വാസകോശ സംബന്ധമായ ഈ രോഗം എന്താണ്, ആരെല്ലാം ശ്രദ്ധിക്കണം, എന്തെല്ലാം ഘടകങ്ങൾ കണക്കിലെടുക്കണം, നിലവിലെ ചികിത്സകൾ എന്തെല്ലാം എന്നിങ്ങനെ കൂടുതൽ വിവരങ്ങൾ ഇന്ന് പങ്കുവയ്ക്കുന്നത് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ പൾമനോളജി വിഭാഗം കൺസൾട്ടന്റായ ഡോക്ടർ ജോർജ് മോത്തി ജസ്റ്റിനാണ്. നമസ്കാരം ഡോക്ടർ. ഇപ്പോൾ ഇന്ത്യയിൽ മരണകാരണത്തിൽ ഒന്നാം സ്ഥാനത്തുനിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കുറച്ചൊരു പേടിപ്പിക്കുന്ന ഒരു എന്താ പറയുക, ഒന്നാം സ്ഥാനം എന്നൊക്കെ പറയുമ്പോൾ നമുക്കതിനെപ്പറ്റി അത്ര ധാരണയില്ലെന്നാണ് എനിക്ക് വ്യക്തിപരമായി തോന്നുന്നത്. എന്താണ് ഈ COPD എന്ന് പറയുന്ന അസുഖം? ഇത് എങ്ങനെയാണ് ഇത്രയും ഒരു ഭീകരമായൊരവസ്ഥ സൃഷ്ടിക്കുന്നതെന്നാണ്? ഏറ്റവും പ്രധാനമായി ഒരു പുക വലിക്കുന്നവരിൽ കണ്ടുവരുന്ന ഒരു അസുഖമാണ്. എന്നാൽ പോലും പ്രദൂഷിതമായ മേഖലയിൽ താമസിക്കുന്നവരും അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില തരം തൊഴിലുകൾ ചെയ്യുന്നവരിലുമാണ് പലപ്പോഴും കാണുന്നത്. സാധാരണയായി കഫക്കെട്ട്, ശ്വാസതടസ്സം, ശ്വാസമുട്ടൽ എന്നീ ലക്ഷണങ്ങളായി വരുന്ന ഈ അസുഖത്തിന് ഒരു COPDയിൽ രണ്ട് രീതിയിലാണ് അത് വരുന്നത്. ക്രോണിക് ബ്രോങ്കൈറ്റിസ് അല്ലെങ്കിൽ എംഫിസീമ. ഇപ്പോൾ ക്രോണിക് ബ്രോങ്കൈറ്റിസ് എന്ന് പറയുമ്പോൾ ശ്വാസനാളികളെ ബാധിക്കുന്ന ഒരു തരം അസുഖമാണ്. അതേസമയം ശ്വാസകോശത്തിൻ്റെ പ്രതലം അല്ലെങ്കിൽ ഈ ഒരു ഓക്സിജൻ എക്സ്ചേഞ്ച് നടക്കുന്ന ഒരു സ്ഥലത്ത് ആ ഒരു ആൽവിയോളയെ അഫക്റ്റ് ചെയ്യുമ്പോഴാണ് അതിനെ എംഫിസീമ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എംഫിസീമ, ക്രോണിക് ബ്രോങ്കൈറ്റിസ് എന്ന് പറഞ്ഞ രണ്ട് അസുഖങ്ങളും പല രീതിയിലാണ്. ചിലർക്ക് കൂടുതൽ എംഫിസീമ ആയിരിക്കും, ചിലർക്ക് കൂടുതൽ ബ്രോങ്കൈറ്റ്. അതിൻ്റെ ഒരു മിക്സ്ചറായിട്ടായിരിക്കും പലപ്പോഴും രോഗികൾ ഉണ്ടാവാറുള്ളത്. കുറേ നാൾ ആസ്മ ശരിയായ രീതിയിൽ ചികിത്സിക്കാതെ അല്ലെങ്കിൽ ചികിത്സ കിട്ടാതെയോ വർഷങ്ങളായി അത് പലപ്പോഴും COPD ആയി രൂപാന്തരപ്പെടാറുണ്ട്. ഈ COPD എന്ന് പറയുമ്പോൾ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് എന്നാണ് അതിൻ്റെ എക്സ്പാൻഷൻ എന്നറിയാം. ശ്വാസകോശത്തെ ബാധിക്കുന്നത് മനസ്സിലാക്കുന്നത്. ഇത് നമുക്ക് ശ്വാസം എടുക്കുക എന്ന് പറയുന്ന ഒരു പ്രാഥമിക ജീവൻ നിലനിർത്താനുള്ള ഒരു പ്രാഥമിക ധർമ്മത്തെ തടസ്സപ്പെടുത്തുന്നു എന്നാണോ നമ്മൾ ഏറ്റവും ലളിതമായി മനസ്സിലാക്കേണ്ടത്? അതെ, ശ്വാസതടസ്സം എന്ന് പറയുമ്പോൾ ശ്വാസനാളികൾ ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. ആ ചുരുങ്ങിയ ശ്വാസനാളികൾ ഇറിവേഴ്സിബിളി ചുരുങ്ങുകയാണ്. അതായത് തിരിച്ചു കൊണ്ടുവരാൻ ചുരുങ്ങിപ്പോയ ആ ശ്വാസനാളികളെ തിരിച്ച് വിടർത്തിയെടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അതാണ് ഇറിവേഴ്സിബിൾ ഒബ്സ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ടിപ്പിക്കലി ഒരു സാധാരണയായി അത് കണ്ടുപിടിക്കണമെങ്കിൽ സ്പൈറോമെട്രി അല്ലെങ്കിൽ പൾമണറി ഫങ്ഷൻ ടെസ്റ്റ് എന്ന് നമ്മൾ സാധാരണ പറയുന്ന ടെസ്റ്റാണ്. അതിലൂടെ നമുക്ക് ഇത് തിരിച്ച് വിടർത്തിയെടുക്കാൻ പറ്റുമോ? പോസ്റ്റ് ബ്രോങ്കോ ഡയലേറ്റർ ചാലഞ്ച് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ്. ആ ബ്രോങ്കോ ഡയലേറ്റർ എന്നുള്ള മരുന്ന് കൊടുത്തിട്ട് ഈ ശ്വാസനാളി തിരിച്ച് വികസിച്ച് വരുന്നുണ്ടോ, പൂർവ്വസ്ഥിതിയിൽ എത്തുന്നുണ്ടോ, അതായത് സാധാരണഗതിയിലോട്ട് വരുന്നുണ്ടോ എന്ന് നോക്കുന്നതാണ്. അങ്ങനെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ COPD എന്നാണ് പറയുന്നത്. അങ്ങനെ വികസിപ്പിച്ച് എടുത്ത് വരുത്താൻ പറ്റുന്നെങ്കിൽ അതിനെ ആസ്മ എന്നാണ് പറയുന്നത്. ഓക്കെ, എനിക്ക് തോന്നുന്നു ആസ്മയും COPDയും ഏതാണ്ട് ഒരുപോലെയാണോ എന്നൊക്കെയുള്ള ഒരു സംശയത്തിൻ്റെ ഉത്തരം കൂടാണ് ഇപ്പോൾ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞത്. വളരെ ശരി. അതായത് പലപ്പോഴും നമുക്ക് ഒരു കൺഫ്യൂഷൻ വരുന്ന ഫീൽഡ്. ഒരു സാധാരണക്കാരും പലപ്പോഴും ഡോക്ടേഴ്സിന് പോലും ഒറ്റ നോട്ടത്തിൽ COPD എന്ന് തോന്നുമ്പോൾ പലതും ആസ്മ ആവാറുണ്ട്, ആസ്മ എന്ന് തോന്നുന്നത് പലതും COPD ആവാറുണ്ട്. അപ്പോൾ ഇത് തമ്മിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ സ്പൈറോമെട്രി എന്നുള്ള വളരെ സിമ്പിൾ, ഒരുവിധം കേരളത്തിലെ എല്ലാ ആശുപത്രിയിലും ഉണ്ട്. ഗവൺമെൻറ്, സർക്കാർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പോലും ഉണ്ടാകുന്ന ഒരു ടെസ്റ്റാണ്. അതിൽ നിന്ന് വളരെ സിമ്പിളായിട്ട് ഒരു 15-20 മിനിറ്റിനുള്ളിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ്. ഡോക്ടർ, ഇത് ചുരുങ്ങി പോകുന്നെന്ന് പറയുമ്പോൾ ശ്വാസനാളി, നമ്മൾ ഈ തൊണ്ടയിൽ നിന്ന് പോകുന്ന ശ്വാസനാളം ചെറിയ ചെറിയ ശിഖരങ്ങളായിട്ട് ആണ് ആ ശ്വാസകോശത്തിലേക്ക് വായു എത്തിച്ചു കൊടുക്കുന്നത്. ആ പോകുന്ന കണ്ടക്റ്റിംഗ് സിസ്റ്റമാണ്. ആ ഒരു ശ്വാസനാളിയിൽ ചുരുക്കം സംഭവിക്കുന്നതാണ്. അതിൻ്റെ വ്യാസം കുറയുകയും അത് കാരണം ശ്വാസതടസ്സം അനുഭവപ്പെടുകയും ചെയ്യുന്നത്. വ്യാസം കുറയുക എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പം നമുക്ക് ഈ എന്താ പറയുന്നത്, ഹൃദയവുമായി ബന്ധപ്പെട്ടൊക്കെയാണ് നമ്മൾ പൊതുവിൽ ഇങ്ങനെ കേട്ടിട്ടുള്ളത്. അതിനകത്തെ രക്തഓട്ടം തടസ്സപ്പെടുന്നു, അകത്തെ വ്യാസം കുറയുന്നു. അപ്പം അതിൽ നമ്മളിങ്ങനെ കൊഴുപ്പടിയുന്നു, പല പല കാരണങ്ങൾ പറയും. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇതിന് പറയുകയാണെങ്കിൽ ഇതിപ്പോൾ നമ്മൾ രക്തധമനികൾ അടഞ്ഞു പോകുമ്പോൾ രക്ത സപ്ലൈ നഷ്ടപ്പെടുന്ന പോലെ തന്നെ ശ്വാസകോശത്തിലേക്ക് പോകുന്ന ആ പൈപ്പുകൾ അടഞ്ഞു പോകുമ്പോൾ ഓക്സിജൻ അല്ലെങ്കിൽ വായു സഞ്ചാരമില്ലാതെ വന്ന ഓക്സിജൻ നഷ്ടപ്പെടുകയും ചെയ്യുകയാണ്. ഓക്സിജൻ കിട്ടാത്ത ഒരവസ്ഥ വരികയും രക്തത്തിലേക്ക് ഓക്സിജൻ വരുന്നില്ല. അപ്പോൾ രക്തത്തിലെ ഓക്സിജൻ കുറയുകയും കാർബൺ ഡൈ ഓക്സൈഡ് അളവ് കൂടുകയും ചെയ്യുന്നുണ്ട്. കാര്യം പുറമേ
ഓക്സിജൻ അകത്തേക്ക് വലിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയും ചെയ്യണം. അപ്പം ഒരു ഏറ്റവും മൂർധന്യ അവസ്ഥയിൽ എത്തുമ്പോഴേക്കും അത് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുന്ന ഒരു അവസ്ഥയിലും എത്തുന്നുള്ളതാണ്. ഇതിപ്പം ആർക്കൊക്കെ ആണ് ഈ COPD സാധ്യതയുള്ളത്? ആർക്ക് വേണമെങ്കിലും വരാവുന്നതാണ്. പക്ഷേ സാധാരണയായി പ്രായമുള്ളവരിലാണ് കണ്ടുവരാറ്. പുക വലിക്കുന്നവരാണ് കൂടുതൽ കണ്ടുവരാറുള്ളത്. പുകയുമായി ബന്ധപ്പെട്ട ചില തൊഴിലുകളുണ്ട്, മൈനിങ് അല്ലെങ്കിൽ ഒരു പൊല്യൂട്ടിങ് ഇൻഡസ്ട്രീസ്, അങ്ങനെയുള്ള വ്യവസായങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കാണ് കൂടുതൽ വരുന്നത്. പക്ഷേ ജനിതകമായി ചില ഘടകങ്ങളുണ്ട്, പ്രത്യേകിച്ച് ആൽഫ-1 ആൻറ്റിട്രിപ്സിൻ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. അതിലൊക്കെ ആണെങ്കിൽ 30 വയസ്സിന് താഴെയുള്ളവർക്ക് ഇതുപോലെ COPD എന്നുള്ള അസുഖം ഉണ്ടെങ്കിൽ അത് നമ്മൾ പലപ്പോഴും ആൽഫ-1 ആൻറ്റിട്രിപ്സിൻ ലെവൽ എത്ര ഉണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അത് കുറവാണെങ്കിൽ അത് ആൽഫ-1 ഡെഫിഷ്യൻസിയാണ്. അത് അമ്മയ്ക്കും അച്ഛനും ഇതിൻ്റെ ഒരു പ്രശ്നം ഉള്ളവർക്കാണ് കൂടുതലായിട്ട് ആൽഫ-1 ആൻറ്റിട്രിപ്സിൻ ഡെഫിഷ്യൻസി. അതായത് ജനിതകമായിട്ടുള്ള ഒരു അസുഖമാണ്. ജനിതകമായിട്ടുള്ളത് ഒരു സാധ്യതയാണ്. മറ്റ് സാധ്യതകൾ എങ്ങനെയൊക്കെയാണ്? പൊതുവിൽ നമ്മൾ മറ്റ് അസുഖങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ ഇപ്പം ജീവിതശൈലി പ്രശ്നങ്ങൾ പറയാറുണ്ട്, ചിലപ്പോൾ അമിതവണ്ണം എന്നൊക്കെ പറയാം. അതുപോലെ ഇതിൽ വേറെ എന്തെല്ലാം ഘടകങ്ങളാണ് വരുന്നത്? ഏറ്റവും പ്രധാനം പ്രദൂഷിതമായ പുക ശ്വസിക്കുക എന്നുള്ളതാണ്. അത് നേരിട്ട് നമ്മൾ പുക വലിക്കുമ്പോഴാണല്ലോ ഈ പ്രദൂഷിതമായതെല്ലാം. അപ്പോൾ പലതരം കെമിക്കൽസാണുള്ളത്. ശരീരത്തിന് വിഷമയമായ പല കെമിക്കൽസും അതിനകത്തുണ്ട്. അപ്പോൾ 3000-ഓളം കെമിക്കൽസ്, രാസവസ്തുക്കളാണ് പുകയ്ക്കകത്തുള്ളത്, അതായത് സ്മോക്ക്. അപ്പോൾ സ്മോക്ക് ചെയ്യുന്ന ആൾ മാത്രമല്ല, ചുറ്റുമുള്ള പ്രത്യേകിച്ച് കുട്ടികൾ, സ്ത്രീകളാണ് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്. ഒരു പാസീവ് സ്മോക്കേഴ്സ് എന്ന് പറയും. അപ്പോൾ അവർക്കും COPD ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കുട്ടികൾക്ക് കഫക്കെട്ട് വിട്ടുമാറാതെ വരിക എന്നുള്ള ഒരു കാരണമുണ്ട്. അപ്പം വ്യാവസായികമായും പിന്നെ ഈ വാഹനങ്ങളിൽ നിന്നുള്ള പുക, അപ്പം നമ്മുടെ ക്ലീൻ അല്ലാത്ത എയർ, പ്രദൂഷിതമായിട്ടുള്ള ഏത് പുക കൂടുതലായിട്ട് നമ്മൾ ശ്വസിക്കുമ്പോൾ, അപ്പോൾ പ്രദൂഷിതമായ പുക കൂടുതലുള്ള നഗരങ്ങളിലാണ് അത് കൂടുതൽ കണ്ടുവരാറ്. അപ്പോൾ ക്ലീൻ എയർ വളരെ ഇമ്പോർട്ടൻ്റ്. അത് നമ്മൾ അറിയാതെ തന്നെ ശ്വസിക്കുകയാണ്. കാര്യം ഒരു മാലിന്യം നിറഞ്ഞ വെള്ളം നമുക്ക് കുടിക്കാതിരിക്കാമെന്ന് വിചാരിക്കാം. പക്ഷേ മാലിന്യം നിറഞ്ഞ പുകയുള്ള ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ നിന്നിട്ട് അത് ശ്വസിക്കാൻ പറ്റില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം നമുക്ക് ഓട്ടോമാറ്റിക്കലി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഡോക്ടർ, ഇപ്പം നമ്മൾ ഈ ഒരു കോവിഡ് കാലത്ത് മാസ്ക് നമ്മൾ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട്, ഇപ്പം മാസ്കിൻ്റെ ഉപയോഗം കൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ മലിനമായിരിക്കുന്ന അന്തരീക്ഷത്തിൽ നിന്ന് കുറച്ച് മാലിന്യങ്ങളെങ്കിലും പുറന്തള്ളി ഞാൻ അതൊരു ശീലമാക്കുന്നത് ഒരു പക്ഷേ സഹായിക്കൂ? വളരെ ശരിയാണ്. കാര്യം ഈ പ്രദൂഷിതമായ പുകയുടെ ഒരു പരിധി വരെ നമുക്ക് പുറത്ത് നിർത്താൻ കഴിയും. N95 മാസ്കൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് നമ്മൾ ജീവിക്കുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന തൊഴിൽ നമ്മൾ അവിടെ അങ്ങനെയുള്ള ആണെങ്കിൽ അവിടെ പല തൊഴിലുകളിലും അവർക്കൊരു സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. സേഫ്റ്റിയിൽ മാസ്ക് ഉപയോഗിക്കുന്നത് നിർബന്ധമാണ്. അതുപോലെ ഈ പ്രദൂഷിതമായ അത് നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ലെങ്കിൽ ഒരു N95 മാസ്ക് പോലെ വളരെ നല്ല സുരക്ഷയുള്ള മാസ്കുകൾ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. ഈ COPD അല്ലെങ്കിൽ ഈ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് എന്ന് പറയപ്പെടുന്നത്, എനിക്ക് തോന്നുന്നു ഇതിന് പര്യാപ്തമായൊരു മലയാളം വാക്ക് ഇല്ലെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ ഈ COPD എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥ മരണത്തിലേക്ക് വരെ നയിക്കാമെന്ന് പറയുമ്പോൾ ഓക്സിജൻ കിട്ടാതെ മരിക്കുന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ മരണത്തിലേക്ക് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം അല്ലെങ്കിൽ ഈ COPD വന്ന ഉടനെ മരിക്കുന്നതെന്നുള്ളതല്ല, ഇഞ്ചിഞ്ചായിട്ട് മരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതായത് സാധാരണ ഒരാളുടെ ലൈഫ് എക്സ്പെക്റ്റൻസി, അപ്പോൾ സാധാരണ നമ്മൾ കേരളത്തിലെ 84 വയസ്സോ എന്തൊക്കെയാണ്, 74-84, ഇവർക്ക് അതിലും കുറവായിരിക്കും ലൈഫ് നമ്മൾ ജനിച്ച് വീഴുമ്പോൾ. COPD ഉള്ള ആൾക്ക് ലൈഫ് എക്സ്പെക്റ്റൻസി കുറവായിരിക്കും, ഒരു 10 വർഷം അല്ലെങ്കിൽ 20 വർഷം കുറവായിരിക്കും. അപ്പോൾ ക്രമേണ ശ്വാസകോശത്തിൽ ഡാമേജ് ഉണ്ടാകുകയും ശ്വാസകോശത്തിലൂടെ ഓക്സിജൻ കിട്ടാതെ വരികയും അങ്ങനെ പല അവയവങ്ങളെ അത് ബാധിക്കുകയും പല അവയവങ്ങളെ അത് ഡാമേജ് ഉണ്ടാക്കുകയും അങ്ങനെ പതുക്കെ അത് മരണത്തിലേക്ക് വരിക. അപ്പോൾ ഏർലി മോർട്ടാലിറ്റി ആയിരിക്കും എന്നുള്ളതാണ് COPDയുടെ പ്രത്യേകത. അതായത് COPD ഉള്ള ഒരു വ്യക്തിക്ക് ആയുസ് കുറവായിരിക്കും, മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ടെന്നാണ്. ആയുസ് കുറവെന്ന് പറയുന്നത് തന്നെ COPD എന്നുള്ള അസുഖം ഉള്ളത് കൊണ്ടാണ്. അതെ, COPD ഉള്ള അസുഖം ഉള്ളതുകൊണ്ട് അവർക്ക് മറ്റ് അവയവങ്ങളെ അത് ബാധിച്ച്, കാര്യം ഓക്സിജൻ കിട്ടാത്ത ഒരവസ്ഥ, തലച്ചോറിനെ, ഹൃദയത്തെയൊക്കെ. ഇപ്പോൾ കോർ പൾമണയിൽ എന്ന് പറയും, ഒരു COPDയുടെ ഒരു കോംപ്ലിക്കേഷനാണ്. ലങ്സിന് പ്രശ്നം കാരണം ഹാർട്ടിനെ അത് ബാധിക്കുകയാണ്. അപ്പോൾ COPDയിൽ കോർ പൾമണയിലൂടെ അങ്ങനെ ഹാർട്ട് ഫെയിലിയർ വരികയും അങ്ങനെ പല രീതി. ഇപ്പം ഹൈപ്പോക്സിമിക് റെസ്പിറേറ്ററി ഫെയിലിയർ എന്ന് പറഞ്ഞൊരു അവസ്ഥയുണ്ട്. അതായത് സാധാരണ ഓക്സിജൻ നമ്മുടെ അന്തരീക്ഷത്തിലുള്ള 20% ഓക്സിജൻ പോരാതെ വരുന്നുണ്ട്.
അപ്പം രക്തത്തിലെ ഓക്സിജൻ്റെ അളവ് നമ്മൾ ഓക്സിജൻ സാച്ചുറേഷൻ നോക്കുമ്പോൾ ഒരു 90-ന് താഴെ വരുന്നെങ്കിൽ അത് ഹൈപ്പോക്സീമിയ, റെസ്റ്റിംഗ് ഹൈപ്പോക്സീമിയ. നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ തന്നെ ഓക്സിജൻ കുറയുകയാണ്. അപ്പോൾ ചിലർക്ക് എക്സസൈസ് ചെയ്യുമ്പോൾ ഓക്സിജൻ കുറയുന്നു. പക്ഷേ അത് കൂടുതൽ വഷളാവുമ്പോൾ റെസ്റ്റിംഗ് ഹൈപ്പോക്സിയ, അതായത് വെറുതെ ഒരു റെസ്റ്റിലിരിക്കുന്ന ഒരാൾക്ക് 92 അല്ലെങ്കിൽ 90-ന് താഴെ ഓക്സിജൻ വരുന്നു. അവർക്ക് വീട്ടിൽ നമ്മൾ ഓക്സിജൻ കൊടുക്കേണ്ടി വരുന്ന ഒരവസ്ഥ. അപ്പോൾ ഇപ്പോൾ ഓക്സിജൻ കുറയുന്നതനുസരിച്ചാണ് മോർട്ടാലിറ്റി കൂടുന്നത്. അപ്പോൾ എപ്പോഴും ആശുപത്രി വരിക. അപ്പോൾ ഓരോ തവണ ആശുപത്രി വരുന്ന ഈ അക്യൂട്ട് എക്സാസർബേഷൻ എന്ന് പറയും. പെട്ടെന്ന് അസുഖം മൂർച്ഛിക്കുകയും ഓക്സിജൻ്റെ അളവ് ചിലപ്പോൾ കുറയുകയും കഫത്തിൻ്റെ അളവ് കൂടുകയും കഫത്തിൻ്റെ നിറം മഞ്ഞ നിറയും ശ്വാസതടസ്സം അനുഭവപ്പെടുകയും. അപ്പോൾ ഇതിനെ അക്യൂട്ട് എക്സാസർബേഷൻ അല്ലെങ്കിൽ ലങ് അറ്റാക്ക് എന്നും പറയും. നമ്മൾ ഈ ഹാർട്ട് അറ്റാക്ക് പോലെ ലങ് അറ്റാക്ക് എന്നാണ് ഈ അക്യൂട്ട് എക്സാസർബേഷൻ പറയുന്നത്. അങ്ങനെയുള്ള രോഗികൾ ഒന്നുകിൽ ആശുപത്രിയിൽ പോകുന്നു, മരുന്ന് കൊണ്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും അവിടുന്ന് ഇഞ്ചെക്ഷൻസ് നെബുലൈസേഷനൊക്കെ കൊടുക്കുകയും ചെയ്യേണ്ട അവസ്ഥ വരുന്നു. അപ്പോൾ ഈ അക്യൂട്ട് എക്സാസർബേഷൻ സാധാരണ കൂടുതൽ അതായത് ഓരോ അക്യൂട്ട് എക്സാസർബേഷൻ കഴിയുമ്പോഴും ആ രോഗിയുടെ ലങ് കപ്പാസിറ്റി പിന്നെയും കുറയുകയാണ്. അപ്പോൾ ആദ്യം ഒരു ബേസ് ലൈനിൽ കിടന്ന ലങ്സിൻ്റെ കപ്പാസിറ്റി പിന്നെയും കുറഞ്ഞ് അത് ഒരു ഓൾ ടൈം ലോയിലോട്ട് വരികയാണ്. അപ്പോൾ ഈ ഓരോ അക്യൂട്ട് എക്സാസർബേഷനും ആ മരണത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പ് പോലെയാണ് പറയുന്നത്. അപ്പോൾ അതിനെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുകയാണെന്നുള്ളതാണ് ഒരു സ്ട്രാറ്റജി. ഡോക്ടർ, നമുക്കൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. രമേശ്, കേൾക്കാമോ? ചോദിച്ചോളൂ. ബഹുമാനപ്പെട്ട ഡോക്ടറെ നമസ്കാരം. കേൾക്കാം, പറയൂ. ഡോക്ടർ, രണ്ട് സംശയം ചോദിക്കാനായിട്ടാണ്. പറഞ്ഞു. ഒന്ന്, ഈ COPD എന്ന് പറയുന്നത് ഈ അസുഖം ഈ സമീപകാലങ്ങളിലാണ് നമ്മുടെ വൈദ്യശാസ്ത്രം ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയത് എന്ന് എനിക്ക് തോന്നുന്നു. അതിനെ ഒന്ന് ശരി ഒരു വിശകലനം തരണം. അടുത്ത ജീവിതശൈലി രോഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മുടെ അടുത്തെന്ന് പറയുന്നത് നമ്മുടെ വീടുകളിൽ പ്രായമായ സ്ത്രീകളും എല്ലാവരും ഈ വിറക് കത്തിച്ച് പാചകം ചെയ്യുന്നവരാണ് ഈ മലയോര മേഖലകളിൽ എല്ലാവരും. അപ്പോൾ അവർക്ക് ഈ COPD പിടിപെടാനുള്ള സാധ്യതയുണ്ടോ? ഇതാണ് അറിയുന്നത്. വളരെ നല്ല ചോദ്യമാണ്. ശരിക്കും നമ്മൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നതാണ്. കാര്യം നമ്മൾ പലപ്പോഴും പുകവലിക്കാരിലാണ് അസുഖം വരുന്നതെങ്കിലും ഇതുപോലെ ബയോമാസ് എന്ന് പറയും, നമ്മൾ ഈ ചവറ് അല്ലെങ്കിൽ വിറക് കത്തിക്കുമ്പോൾ ആ പുക ശ്വസിച്ചിട്ട് ഉണ്ടാകുന്ന ശ്വാസകോശ രോഗത്തെയും COPD ആയി പരിണമിക്കാവുന്നതാണ്. സാധാരണ ആസ്മയുള്ള രോഗികൾ ഇതുപോലെ ആസ്മ നിയന്ത്രണാധീനമാവാതെ വരികയും അതിനോടൊപ്പം തന്നെ ഇതുപോലുള്ള പുകയുള്ള സാഹചര്യങ്ങളിൽ എക്സ്പോസ്ഡ് ആവുകയും ചെയ്യുന്നവർക്കാണ്. അതാണ് സ്ത്രീകളിൽ കൂടുതൽ വരുന്നത്. പ്രത്യേകിച്ച് ഈ ഗ്രാമപ്രദേശങ്ങളിൽ കൂടുതലായിട്ട് ചവറ് അല്ലെങ്കിൽ വിറകോ കത്തിക്കുകയാണ്. പിന്നെ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരവെന്ന് പറയുമ്പോൾ ഇതിൻ്റെ അവയർനെസ്. അപ്പോൾ ആദ്യം നമ്മുടെ ഒരു വൈദ്യശാസ്ത്രത്തിൽ തന്നെ നമ്മൾ കൂടുതലായി ഈ പൾമണറി ഫങ്ഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ സ്പൈറോമെട്രി, എക്സ്റേ, CT എന്നീ പുതിയ കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നതനുസരിച്ച് നമുക്ക് കൂടുതലായി കണ്ടുപിടിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും വെറുതെ ശ്വാസതടസ്സം വെച്ച് അല്ലെങ്കിൽ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ വെച്ച് ഡയഗ്നോസ് ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോഴൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഇതുപോലുള്ള വളരെ സിമ്പിളായിട്ടുള്ള അല്ലെങ്കിൽ കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള പല നല്ല പുതിയ സാങ്കേതിക വിദ്യകളും പുതിയ ടെസ്റ്റുകളും അതിലൂടെ കൂടുതൽ ആൾക്കാരിൽ ഇത് കണ്ടുപിടിക്കാൻ കഴിയും. ഇത് വെറും ആസ്മയാണെന്ന് നമ്മൾ പണ്ട് വിചാരിച്ചിരുന്ന പല അസുഖങ്ങളും ഇപ്പോൾ COPD ആയിട്ടാണ് നമ്മൾ ഈ സ്പൈറോമെട്രിയിലൂടെ കണ്ടുപിടിക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ സാങ്കേതിക വിദ്യകളും അല്ലെങ്കിൽ കൂടുതൽ ശാസ്ത്രം വളരുന്നതനുസരിച്ച് കൂടുതൽ രോഗികളെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ കാണാൻ കഴിയുന്നത് നമ്മൾ ഇപ്പോൾ കേരളത്തിൽ കൂടുതൽ ആക്സസ് ടു ഹെൽത്ത് കെയർ ഉണ്ട്. ആക്സസ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരു പെട്ടെന്നൊരു രോഗിക്ക് ഒരു ഡോക്ടറെ കാണാനുള്ള സൗകര്യം കൂടുതൽ ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അങ്ങനെ ആ രീതിയിൽ ഇന്ത്യയിൽ മുൻപന്തിയിൽ നിൽക്കുകയാണ്. ഒരു ഡോക്ടറെ കാണാനോ അറ്റ്ലീസ്റ്റ് ഒരു സ്പെഷ്യലിസ്റ്റിനെ വേണ്ട ഒരു സാധാരണ ഡോക്ടറെ പോലും കാണാനുള്ള ഒരു സിറ്റുവേഷൻ ഉത്തരേന്ത്യയിലോ അങ്ങനെ പല ഗ്രാമങ്ങളിലും ഇല്ല. അപ്പോൾ ഡോക്ടേഴ്സിനെ കാണുന്ന ഈ ലക്ഷണങ്ങളുമായിട്ട് വരുന്ന ഒരാൾ ഇതുപോലെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് COPD ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നത്. രമേശ് വിളിച്ചതിന് വളരെ നന്ദി. ഡോക്ടർ, എനിക്ക് തോന്നുന്നു ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഈ പുകയുള്ള അടുപ്പുകൾ എന്ന് പറയുന്നത്, പിന്നെ ഇപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞ പോലെ ഗ്രാമപ്രദേശങ്ങളിലേക്കൊക്കെ ഉള്ള കുറച്ചും കൂടി ഒരു ചില സൗകര്യക്കുറവുകൾ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തീ കത്തിക്കാനും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മളീ പറഞ്ഞ പുകവലി അതിന് സമാനമായ പ്രത്യാഘാതങ്ങൾ തന്നെയാണോ COPD-യിലും ഉണ്ടാക്കുന്നത്? കാര്യം ഈ
പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഡിസംബർ മാസമൊക്കെ ആകുമ്പോഴേക്കും റോഡ് സൈഡിലൊക്കെ അല്ലെങ്കിൽ കടകളുടെ മുന്നിലൊക്കെ നമ്മളിങ്ങനെ ചവറ് കൂട്ടി കത്തിക്കുന്ന ഒരു രസകരമായിട്ടും എടുക്കാറുണ്ട്. അതിൻ്റെ ഒരു കാഴ്ചയെ നമുക്ക് മനോഹരമായി തോന്നാറുണ്ട്. അതൊക്കെ ഈ പറയുന്ന പോലെ അപകടകരമാണെന്നാണോ മനസ്സിലാക്കേണ്ടത്? വളരെ ശരിയാണ്. കാര്യം ഇത് സാധാരണ ഇപ്പോൾ പലപ്പോഴും ഞാൻ ഇപ്പോൾ സാധാരണ പൊതുനിരത്തുകളിലൂടെ നമ്മൾ പോകുമ്പോൾ കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ തന്നെ കോർപ്പറേഷൻ വർക്കേഴ്സ് ചവറ് കൂട്ടിയിട്ട് കത്തിക്കുന്ന രംഗം ഞങ്ങൾ പലപ്പോഴും വളരെ രാവിലെയാണ്. അപ്പോൾ രാവിലെ ഏറ്റവും തെളിഞ്ഞ കാലാവസ്ഥ അല്ലെങ്കിൽ ഏറ്റവും ശുദ്ധമായ വായു കിട്ടുന്ന സമയമാണത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ പുകച്ച് അതിനെ അശുദ്ധമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു സാധനമാണ് ഈ ശുദ്ധമായ വായു എന്ന് പറയുന്നത്. ആ ഫ്രീ ആയിട്ടുള്ള ഹെൽത്ത്, ഫ്രീ ആയിട്ടുള്ള വായു. അപ്പോൾ അതിൻ്റെ വില അറിയണമെങ്കിൽ അത് പ്രദൂഷിതമായി വരികയും അതിൻ്റെ പ്രശ്നങ്ങൾ ഓരോന്നായിട്ടും ഉണ്ടാകുക. അപ്പോൾ പബ്ലിക് ഹെൽത്തിനെ പൂർണ്ണമായിട്ടും ബാധിക്കുന്നതാണ് ഇതുപോലുള്ള ചെറിയ നടപടി. അപ്പോൾ ഇതിൻ്റെ അവയർനെസ് കുറവായതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ. അപ്പോൾ ഇതിൻ്റെ അധികൃതർ ഇവരെ നിയമിച്ച് ഇവരെ കൊണ്ട് പുക കത്തിക്കുന്ന അവരുടെ ജോലിയാണ് അവർ ചെയ്യുന്നത്. പക്ഷേ എന്നാൽ പോലും ആ ഒരു അവബോധം ഇമ്പാക്റ്റ് അത് അറിയില്ല. അത് ശരിക്കും അത് അധികൃതർ കുറെ കൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. ഡോക്ടർ, ഇപ്പോൾ അത് പറയുമ്പോൾ ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഈ പ്രഭാത സവാരിക്കൊക്കെ ഇറങ്ങുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ അധികവും ഒരു മധ്യവയസ്സിന് കഴിഞ്ഞിട്ടാണ് നമ്മുടെ നാട്ടിലും പൊതുവെ ആളുകൾ ആരോഗ്യകാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നത്. അപ്പം ഈ പ്രഭാത സവാരിക്ക് ഇറങ്ങുന്ന ആളുകളിൽ ഒരു മേജർ നമ്പർ ഞാൻ കരുതുന്നു ഒരു 40+ ഒക്കെ ആയിട്ടുള്ള ആളുകളാണ്. കുറച്ചുകൂടി പ്രായം ചെന്നവരുണ്ട്, 60+ ആയവരൊക്കെ ഉണ്ട്. അപ്പം അവർ യഥാർത്ഥത്തിൽ ഒരു ശുദ്ധമായ വായു ശ്വസിക്കാമെന്ന് പറഞ്ഞ് പുറത്തിറങ്ങുകയും അവരുടെ ആരോഗ്യം വാസ്തവത്തിൽ പ്രതികൂലമായി ബാധിക്കപ്പെടുകയുമാണ്. ശരിയാണ്, വളരെ ശരിയാണ്. അപ്പോൾ ഈ നമ്മൾ എക്സസൈസ് ചെയ്യുക അല്ലെങ്കിൽ രാവിലെ വ്യായാമം അല്ലെങ്കിൽ രാവിലെ നടക്കാൻ പോകുന്നത് ആരോഗ്യം ഇമ്പ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ ആരോഗ്യം കുറച്ചുകൂടെ മെച്ചപ്പെട്ട ആരോഗ്യം കിട്ടാൻ വേണ്ടിയാണ് ഈ ആൾക്കാർ നടക്കുന്നത്. പക്ഷേ നേരെ ഈ പ്രതികൂലമായിട്ടുള്ള സാഹചര്യം അല്ലെങ്കിൽ ഈ പ്രദൂഷിതമായ സ്ഥലത്തൂടെ നടന്നാൽ ഉള്ള ആരോഗ്യം പോകുന്നതല്ലാതെ കൂടുതൽ ആരോഗ്യം മെച്ചപ്പെടാൻ സാധ്യത കുറവാണ്. പ്രത്യേകിച്ച് നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ആയാസപ്പെട്ട് ജോലി ചെയ്യുമ്പോൾ കൂടുതൽ വായുവാണ് നമ്മൾ ഉള്ളിലേക്ക് ശ്വസിക്കുന്നത്. 1 മിനിറ്റിൽ 12 തൊട്ട് 16 തവണയാണ് നമ്മൾ സാധാരണ ശ്വാസം എടുക്കുക അറ്റ് റെസ്റ്റ് ഇരിക്കുമ്പോൾ. നടക്കുമ്പോഴോ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുമ്പോൾ ഇത് അതിൻ്റെ 10 മടങ്ങായിട്ട് വർദ്ധിക്കുകയാണ്. കൂടുതൽ വായു നമ്മൾ ഉള്ളിലേക്ക് കയറുന്നത്. ഈ വായു ഉള്ളിലേക്ക് കയറുന്നതിൽ കൂടുതൽ മാലിന്യങ്ങളോ അല്ലെങ്കിൽ പ്രദൂഷിതമാണെങ്കിൽ അത് കൂടുതൽ അസുഖങ്ങളെ വരുത്തുള്ളൂ. കാർഡിയാക് ഡിസീസസും അങ്ങനെ പല അസുഖങ്ങളും ഇതിന് COPD മാത്രമല്ല പല അസുഖങ്ങൾക്കും കാരണം പ്രദൂഷിതമായ മേഖലയിൽ വർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഇതുപോലെ വ്യായാമം ചെയ്യുന്നതുകൊണ്ട് ആണ്. അതായത് ശ്വാസകോശം എത്രമാത്രം ക്ലീൻ ആയിരിക്കുന്നോ അല്ലെങ്കിൽ എത്രമാത്രം ശുദ്ധമായിരിക്കുന്നതോ എന്നുള്ളത് വാസ്തവത്തിൽ ശരീരത്തിലെ മറ്റു പ്രധാനപ്പെട്ട പല അവയവങ്ങളുടെയും കൃത്യമായ ഫംഗ്ഷന് അടിസ്ഥാനമാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതെ അതെ, വളരെ. ഡോക്ടർ, ഇപ്പം ഈ പറയുമ്പോൾ ഈ വായു മലിനീകരണം കൊണ്ട് രോഗനിരക്ക് ഉയർന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം അതിനകത്തിപ്പം പുകവലിക്കാത്ത ആളുകളുടെ എണ്ണം കൂടുന്നതിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ഈ പറയുന്ന അന്തരീക്ഷ മലിനീകരണം തന്നെയാണെന്ന് കരുതാം എന്നാണ്. നമുക്ക് തിരുവനന്തപുരത്ത് നിന്നൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. വിജയൻ, കേൾക്കാമോ? ചോദിച്ചോളൂ. ചോദിച്ചോളൂ, കേൾക്കുന്നുണ്ട്. കേൾക്കാം, പറയൂ. ഡോക്ടർ, എനിക്ക് ഈ ശ്വാസം മുട്ടൽ അസുഖമുണ്ട്. അപ്പൊ ഈ പട്ടം SCT ആശുപത്രിയിലെ ഈയിടെ ഒരു ക്യാമ്പ് നടന്നു, COPD-യുടെ. അപ്പൊ എനിക്ക് 42% എന്റെ ഫങ്ഷണൽ ടെസ്റ്റ് ഉള്ളൂ. അതെ, കേൾക്കാം, പറയൂ. 47% മാത്രമേ ലിവർ ഫംഗ്ഷൻ ഇത് ഫംഗ്ഷൻ ടെസ്റ്റ് വരുന്നു, ലങ്സ് ഫംഗ്ഷൻ ടെസ്റ്റ്. 47% ഉള്ളൂ. മനസ്സിലായി, പറയൂ. അപ്പൊ ഈ ശ്വാസം ഞാനിപ്പോ ഡിയോലിൻ എന്നുള്ള ഒരു മരുന്നും ഗ്ലൂഡോക്കോട്ടൻ പറഞ്ഞ രണ്ടും കൂടെ ചേർന്നുള്ളതാണ് നെബുലൈസ് ചെയ്യുന്നത്. ശരി. അപ്പൊ ഇതിന് വേറെ എന്തെങ്കിലും ഇത്ര കുറവായത് കൊണ്ട്. അപ്പോൾ ഈ 47% എന്നുള്ളത് FEV1 എന്നുള്ള ഒരു ഘടകമായിരിക്കും മിക്കവാറും 47 എന്ന് പറയുന്ന ആ ശതമാനം. മനസ്സിലായി. ഈ സ്പൈറോമെട്രി അല്ലെങ്കിൽ ലങ് ഫങ്ഷൻ ശരിയാണ്. അപ്പോൾ അത് കുറവാണ്. അത് ശ്വാസ തടസ്സം ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവാണ്. അപ്പോൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത രീതിയിൽ ഈ ബ്യൂഡിക്കോട്ട് അല്ലെങ്കിൽ ഡ്യുവോലിൻ അതുപോലുള്ള മറ്റ് പല മെഡിസിനുണ്ട്. ഈ ബ്രോങ്കോ ഡയലേറ്റേഴ്സ് എന്ന് പറയും, ശ്വാസനാളിയെ വികസിപ്പിച്ചെടുക്കാനുള്ള മരുന്നുകളാണ് ഇതൊക്കെ. അപ്പോൾ ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശം അനുസരിച്ച് കൃത്യമായ രീതിയിൽ ഈ മരുന്നുകൾ എടുക്കുകയും
ഒരു 2-3 മാസം കഴിഞ്ഞ് ഈ ശ്വാസനാളിയുടെ വികസനം എത്ര ഉണ്ടെന്ന് ഇതേ ടെസ്റ്റ് ചെയ്ത് നമുക്ക് പരിശോധിക്കാൻ കഴിയും. അപ്പോൾ അതിൽ നിന്ന് നല്ല വ്യത്യാസം കാണുന്നെങ്കിൽ പലപ്പോഴും നമുക്ക് ഡോസ് കുറയ്ക്കുകയോ അതനുസരിച്ച് ചികിത്സ മാറ്റുകയോ ചെയ്യാൻ പറ്റും. അപ്പോൾ ചിലർക്ക് 2-3 മാസം കഴിഞ്ഞിട്ട് എന്താ നെബുലൈസറിനേക്കാൾ ഇൻഹേലർ പലരും ഓരോ രീതിയിലാണ്. ഞാൻ നേരിട്ട് ഇദ്ദേഹത്തെ പരിശോധിച്ചിട്ടില്ലെങ്കിലും ഏത് ഡോക്ടറാണോ പരിശോധിച്ചത് ആ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ചികിത്സ തുടരേണ്ടത്. അദ്ദേഹം പറയുന്ന കൃത്യമായ രീതിയിലാണ്. ചിലർക്ക് ഇൻഹേലർ ആയിരിക്കും, ചിലർക്ക് നെബുലൈസർ ആയിരിക്കും. അപ്പോൾ ആ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എങ്ങനെയാണോ ആ ചികിത്സ നിർദ്ദേശിച്ചിരിക്കുന്നത് അതുപോലെ അനുസരിച്ച് അത് കഴിഞ്ഞ് ഫോളോ അപ്പിന് പോകുമ്പോഴും ഇതുപോലെ ശ്വാസതടസ്സത്തിൻ്റെ ആ ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കി നമുക്ക് അറിയാൻ പറ്റും നമ്മൾ എത്രത്തോളം പുരോഗമിക്കുന്നുണ്ട്, എത്രത്തോളം വ്യത്യാസം വരുന്നുണ്ട് എന്നുള്ളത്. ഒരു 2-3 മാസം മിനിമം കണ്ടിന്യൂ. അത് ഡോക്ടറോട് ചോദിക്കാതെ മരുന്ന് നിർത്തരുത്. കാര്യം ഈ 47% ഒരു 70-75% വരെ ആകണം. എന്ന് കഴിഞ്ഞാലേ നമുക്ക് ഡോസിൽ എന്തെങ്കിലും കുറവ് അല്ലെങ്കിൽ അസുഖം ബെറ്ററായി അതൊന്ന് തീരുമാനിക്കാൻ കഴിയുള്ളൂ. ചിലർക്കത് കൂടി വരാറുണ്ട്, ചിലർക്ക് 70 അല്ലെങ്കിൽ അത്രയും കൂടാറില്ല. അപ്പോൾ അത് നോക്കിയിട്ടാണ് എപ്പോഴും ഡോക്ടറോട് ഒരു ഫോളോ അപ്പ് വളരെ പ്രധാനമാണ്. അടുത്ത തവണ ഡോക്ടർ എന്താണോ വരാൻ പറഞ്ഞിരിക്കുന്നത് അന്ന് വന്ന് ഡോക്ടറെ കാണേണ്ടതാണ്, വളരെ പ്രധാനമാണ്. വ്യക്തമായെന്ന് കരുതുന്നു. വിളിച്ചതിന് വളരെ നന്ദി ഡോക്ടർ. ഇപ്പം പ്രേക്ഷകൻ സൂചിപ്പിച്ചതുപോലെ ഇപ്പം ഓൾറെഡി ഈ പറയുന്ന പ്രശ്നങ്ങളുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് എന്താണ് നമ്മൾ ചികിത്സയായിട്ട് കൊടുക്കുക, എന്തെല്ലാമാണ് മറ്റ് നിർദ്ദേശങ്ങൾ? അപ്പോൾ ഇതൊരു രണ്ട് രീതിയിലാണ് നമ്മുടെ അടുത്ത് COPD രോഗികൾ വരുന്നത്. ഒരു സ്റ്റേബിൾ COPD ഉണ്ട്, അതായത് വാക്കിംഗ് ടോക്കിംഗ് വേറെ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, അതിൽ കഫക്കെട്ടുണ്ട്, ശ്വാസതടസ്സമുണ്ട്, പക്ഷേ സാധാരണ ജോലിയൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഒരു സ്റ്റേബിൾ COPDയും വരും. പിന്നെ നമ്മൾ നേരത്തെ സൂചിച്ച പോലെ എക്സാസർബേഷൻസ്, അത് പെട്ടെന്ന് അസുഖം കൂടുകയും ഒരു രോഗം മൂർച്ഛിച്ച അവസ്ഥ, അത് എക്സാസർബേഷൻ എന്ന് പറയും. അത് ഒന്നുകിൽ OPD വരുന്നു, അല്ലെങ്കിൽ കാഷ്വാലിറ്റി വരുന്നു, ഓക്സിജൻ കുറയുന്നെങ്കിൽ അഡ്മിറ്റ് ചെയ്യേണ്ട ഹോസ്പിറ്റലിൽ പരിചരണം വേണ്ടുന്ന ഒരവസ്ഥ. അപ്പോൾ ഇത് രണ്ടിലും രണ്ട് രീതി. അപ്പോൾ സ്റ്റേബിളായിട്ടുള്ളവർക്ക് ഇതുപോലെ ഇൻഹേലർ ആയിരിക്കും കൂടുതലായിട്ട്. ബ്രോങ്കോ ഡയലേറ്റേഴ്സ് ആണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അതിൽ ബീറ്റ ഏഗണിസ്റ്റ് ഉണ്ട്, ആൻറ്റി മസ്കറിനിക് ഏജൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് ഏറ്റവും ഇൻഹേലർ രൂപത്തിലാണ് ഏറ്റവും നല്ല ചികിത്സ. കാര്യം അതാകുമ്പോൾ ഡോസ് കുറവും സൈഡ് ഇഫക്റ്റ് ഇല്ലാത്തതായിട്ടുള്ള മരുന്നുകളാണ്. ചിലർക്ക് ഇൻഹേലർ രൂപത്തിൽ സ്റ്റിറോയിഡുകൾ കൊടുക്കാറുണ്ട്. പിന്നെ ചിലർക്ക് അത് ശ്വാസനാളി വികസിപ്പിച്ചെടുക്കാൻ പറ്റുന്ന മരുന്നുകളാണ്. ഇതിനോടൊപ്പം തന്നെ കഫക്കെട്ടുണ്ട്, കഫത്തിന് അതിൽ രോഗാണുക്കളുണ്ട്, അല്ലെങ്കിൽ അണുബാധ ഉണ്ടെങ്കിൽ ചില ആൻറ്റിബയോട്ടിക്കുകൾ നിർദ്ദേശിക്കാറുണ്ട്. കഫത്തിൻ്റെ ടെസ്റ്റ് ചെയ്ത് ഏത് അണുവാണെന്ന് കണ്ടുപിടിച്ച് പലപ്പോഴും ഏത് ആൻറ്റിബയോട്ടിക് ആണെന്ന് ഡോക്ടേഴ്സ് തീരുമാനിക്കാറുണ്ട്. പിന്നെ ഈ അക്യൂട്ട് എക്സാസർബേഷൻ കൂടുതൽ അസുഖം വരുമ്പോൾ ഇഞ്ചെക്റ്റബിളായിട്ട് ഈ മരുന്നുകൾ കൊടുക്കുകയും ചിലർക്ക് സ്റ്റിറോയിഡ്സും ആൻറ്റിബയോട്ടിക്കും ഇഞ്ചെക്ഷൻസായിട്ട് കൊടുക്കുകയും ചെയ്യാറുണ്ട്. ഡോക്ടർ, അത് കൂടാതെ വാക്സിനുകളെ പറ്റി കൂടെ ഇതുമായിട്ട് കണക്ട് ചെയ്ത് കേൾക്കാറുണ്ട്, അതേപ്പറ്റി കൂടെ അറിയാൻ സാധിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അക്യൂട്ട് എക്സാസർബേഷൻ, പെട്ടെന്ന് രോഗം മൂർച്ഛിച്ച് വരുന്നു. അപ്പോൾ ഓരോ തവണ രോഗം മൂർച്ഛിച്ച് വരുമ്പോഴും ആ രോഗിയുടെ ആയുസ് കുറയുകയാണ് ചെയ്യുന്നത്. കാര്യം ആ ലങ്സിൻ്റെ കപ്പാസിറ്റി വീണ്ടും കുറയുകയാണ്. അപ്പോൾ ആദ്യത്തെ എക്സാസർബേഷൻ, അല്ലെങ്കിൽ ആദ്യം പെട്ടെന്ന് അഡ്മിറ്റ് ആവും, അല്ലെങ്കിൽ രോഗം മൂർച്ഛിച്ച അവസ്ഥയിൽ നിന്ന് രണ്ടാമത് അറ്റാക്ക് വരുമ്പോൾ വീണ്ടും ലങ്സിൻ്റെ കപ്പാസിറ്റി കുറയുകയാണ്. ഓരോ തവണ അങ്ങനെ സംഭവിക്കുമ്പോഴും ആ മോർട്ടാലിറ്റി അല്ല ആയുസ് പിന്നെയും കുറഞ്ഞു വരികയാണ്. അപ്പോൾ നമ്മുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ വീണ്ടും ഇതുപോലെ അസുഖം വരാതിരിക്കാനുള്ള ഒരു സ്ട്രാറ്റജി. അതിലാണ് ഏറ്റവും പ്രധാനം ഈ പലതരം വാക്സിനേഷൻസ്. സാധാരണ ചെറിയ കുട്ടികൾ സ്കൂളിൽ പോയിട്ട് അവർക്ക് എന്തെങ്കിലും വൈറൽ പനിയോ വരുന്നു, അവർ വീട്ടിൽ വരുന്നു, അവരുടെ മുത്തച്ഛനോ മുത്തച്ഛിയോ വീട്ടിലുണ്ട്, അവർക്ക് പനി കിട്ടുന്നു. ആ ശ്വാസതടസ്സം ഉള്ള ആളാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് രോഗം മൂർച്ഛിച്ച അവസ്ഥ വരുന്നു. അതൊരു ട്രിഗർ ഫാക്ടറാണ്. അപ്പോൾ അക്യൂട്ട് വൈറൽ ഇൻഫെക്ഷൻ, വൈറസിൽ ഏറ്റവും പ്രധാനമായും നമ്മൾ ഇൻഫ്ലുവൻസ വൈറസ് അല്ലെങ്കിൽ ഫ്ലൂ എന്ന് നമ്മൾ വിളിക്കുന്ന വൈറസ്. അപ്പോൾ ഫ്ലൂ വാക്സിനേഷൻ പ്രധാനമായിട്ടും നമ്മൾ ഇതുപോലെ വർഷത്തിലൊരിക്കൽ എടുക്കുന്നത് നല്ലതാണ്. ഏത് പ്രായക്കാർക്കും എടുക്കാം. പ്രത്യേകിച്ച് ക്രോണിക് ലങ് ഡിസീസ്, ഓരോ തവണ പനി വന്ന് ശ്വാസതടസ്സം കൂടുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ അതെടുക്കാം. പിന്നെ ഉള്ളത് ന്യൂമോക്കോക്കൽ വാക്സിനാണ്. അത് 5 വർഷത്തിലൊരിക്കൽ നമുക്ക് എടുക്കാവുന്നതാണ്. ഈയിടെയായി നമ്മൾ കൊറോണ വൈറസിന് എല്ലാവരും വാക്സിനേറ്റഡ് ആണ്, അതൊരു ഫാക്ടറാണ്.
പിന്നെ വേറെ പല ഇപ്പോൾ ചെറുതിലെ കുഞ്ഞിലെ ഉണ്ടാകുന്ന വില്ലൻ ചുമ അല്ലെങ്കിൽ പെർട്യൂസിസ് എന്നുള്ള അസുഖം കുഞ്ഞിലെ വന്നവർക്ക് COPD പിന്നെ വരാവുന്ന. അപ്പോൾ കുഞ്ഞിലെ എല്ലാ കുട്ടികൾക്കും ഇപ്പോൾ നാഷണൽ പോളിസി അനുസരിച്ച് പെർട്യൂസിസ് എടുക്കേണ്ടതാണ്. അപ്പോൾ അതും വളരെ പ്രധാനമാണ് ഭാവിയിൽ COPD വരാതിരിക്കാൻ. അതായത് COPD എന്ന് പറയുന്ന മരണകാരകമാകാവുന്ന ഒരു അസുഖമാണെങ്കിലും അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളും ഉണ്ട്. വളരെയധികം ഉണ്ട്. അത് വളരെ വ്യായാമങ്ങളും എനിക്ക് തോന്നുന്നു ഇതിന്റെ കൂടെ നിർദ്ദേശിക്കപ്പെടുന്നുണ്ട്. വ്യായാമങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ലങ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാവുന്ന ചില വ്യായാമങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ COPD ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ ആ COPDക്ക് സ്പെസിഫിക് ആയിട്ടുള്ള വ്യായാമങ്ങളുണ്ട്. പലപ്പോഴും പേഴ്സ് ലിപ്പ് ബ്രീതിങ് അല്ലെങ്കിൽ ഇൻസെൻറ്റീവ് സ്പൈറോമെട്രി, എക്സ്പിറേറ്ററി മസിൽ ട്രെയിനിങ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഫിസിയോതെറാപ്പിസ്റ്റ് വളരെ ട്രെയിൻഡാണ്. അവരെ കൊണ്ട് നമുക്ക് അവർ ട്രെയിൻ ചെയ്ത് നമുക്ക് എല്ലാ ദിവസവും നമ്മളെ പരിശീലിപ്പിച്ച് അത് കൃത്യമായിട്ട് വ്യായാമം ചെയ്താൽ ഗുണങ്ങളെന്ന് വെച്ചാൽ ആ ക്വാളിറ്റി ഓഫ് ലൈഫ് ബെറ്റർ ആകുന്നു. കുറച്ചുകൂടെ കിതപ്പില്ലാതെ അണപ്പില്ലാതെ എങ്ങനെ നമുക്ക് ജീവിക്കാം, എല്ലാ ദിവസവും ദൈനംദിന ഓരോ കാര്യങ്ങൾ എങ്ങനെ നമുക്ക് ആ പ്രവൃത്തികളെ കൂടുതൽ എഫിഷ്യൻ്റായിട്ട് ചെയ്യാം. മസിൽസിനെ പ്രവർത്തിപ്പിക്കുന്ന ചില പേശികൾ, മാംസപേശികൾ, അതിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന രീതിയിലുള്ള എക്സസൈസുകളാണിത്. എനിക്ക് തോന്നുന്നു അവബോധം ഇല്ലാതിരുന്നു എന്നുള്ളതായിരിക്കാം ഒരു പക്ഷേ മരണനിരക്കെല്ലാം ഉയരാൻ കാരണം. നമുക്ക് ഇന്ന് അനുവദിച്ചിരിക്കുന്ന സമയം തീരുകയാണ് ഡോക്ടർ. ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് അഥവാ COPD എന്ന ഈ ശ്വാസകോശ സംബന്ധ രോഗത്തെ വേണ്ട ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ, പ്രതിരോധ മാർഗ്ഗങ്ങൾ സ്വീകരിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നിരാശയോടെ മറുപടി പറയേണ്ടി വരുമെന്ന അവസ്ഥയിൽ നിന്നും കൂടുതൽ ജനങ്ങളിലേക്ക് ഈ വിവരങ്ങൾ എത്തുമെന്നും കൂടുതൽ ശ്രദ്ധയോടെ സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യുമെന്നുമാണ് പ്രത്യാശിക്കുന്നത്. ഇന്നത്തെ മൈ ഡോക്ടറിലൂടെ ഈ വിഷയത്തിൽ വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ പൾമനോളജി വിഭാഗം കൺസൾട്ടന്റായ ഡോക്ടർ ജോർജ് മോത്തി ജസ്റ്റിനാണ്. വളരെ നന്ദി. താങ്ക് യു. നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു വിഷയവുമായി മൈ ഡോക്ടറുടെ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.